ഞാൻ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇവർ മാറാൻ സാധ്യതയില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷെ ഇവർ മാറണമെന്നും CPM ശക്തിയായി കേരളീയ സമൂഹത്തിൽ തുടരണമെന്നും ആഗ്രഹിക്കുന്ന ഒരാളായിട്ട് പോലും എന്തുകൊണ്ടാണ് മാറില്ല എന്ന് ഞാൻ പറയുന്നത്? അത് മാറാനുള്ള ശേഷി ഇന്ന് പാർട്ടിക്കുണ്ടോ എന്നതാണ്. കാരണം കഴിഞ്ഞ കുറെ വർഷങ്ങളായി പാർട്ടി അത്യധികം വ്യക്തി കേന്ദ്രീകൃത, ഒരു ചെറിയ കോട്ടറി കേന്ദ്രീകൃതമായ പാർട്ടിയായി മാറിയിരിക്കും. ജനാധിപത്യം ഈ പാർട്ടിയിൽ ഇല്ല. ഇപ്പോൾ ഒരു നമ്പർ കൊടുക്കുകയും നിങ്ങൾക്ക് വിമർശനം തുറന്നു പറയാം എന്ന് പറയുകയും ഒക്കെ ചെയ്തെങ്കിലും എല്ലാ ജില്ലാ കമ്മിറ്റിയിലും നമ്മൾ മനസ്സിലാക്കുന്നത് പിണറായി വിജയനും MV ഗോവിന്ദനും അതുപോലെ പാർട്ടിയുടെ ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങൾക്കും ശബരിമല സ്വർണ്ണക്കൊള്ളയടക്കം PM ശ്രീ അടക്കമുള്ള വിഷയങ്ങളിൽ വലിയ തോതിലുള്ള വിമർശനം വ്യാപകമായി വന്നു. ഇതിനൊക്കെ തീരുമാനമെടുത്തത് പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്ന നിലയിലാണ്. പയ്യന്നൂരിലെയും തളിപ്പറമ്പിലെയും പ്രശ്നങ്ങൾ വന്നു. ഇതൊക്കെ വന്നിട്ടും ഇപ്പോഴും അവസാനം റിപ്പോർട്ട് ഉണ്ടാക്കിയപ്പോൾ പിണറായി വിജയനും MV ഗോവിന്ദനും യാതൊരു കുഴപ്പമില്ല, താഴെ തട്ടിലുള്ള ചില ആളുകളുടെ പ്രശ്നമാണ് എന്ന് വന്നു. ഈ ഘട്ടത്തിലാണ് EMS സെമിനാറിൽ കഴിഞ്ഞ ജൂൺ 13 നടന്ന EMS സെമിനാറിൽ വലിയ ചില പൊട്ടിത്തെറികൾ നമ്മൾ കണ്ടത്. അതൊരു സെമിനാറാണ്, കമ്മിറ്റിയല്ല. എങ്കിൽ പോലും MA ബേബി തന്നെ നേരിട്ട് വന്ന് MV ഗോവിന്ദൻ ചെയ്തത് ശരിയായില്ല എന്ന അർത്ഥത്തിൽ പറഞ്ഞു. ഇവരെ സ്ഥാനാർത്ഥിയാക്കിയത്, അദ്ദേഹത്തിന്റെ ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ ഞാനാണെങ്കിൽ അത് ഒഴിഞ്ഞു മാറുമായിരുന്നു എന്ന് പറഞ്ഞു. P രാജീവ് കുറച്ചുകൂടി കടത്തി വ്യക്തമായി പറഞ്ഞു. 3 കാരണങ്ങൾ അദ്ദേഹം പറഞ്ഞു. ഒന്ന്, ഈ പറഞ്ഞതുപോലെ ഞാനല്ലാതെ മറ്റാരുണ്ട് എന്ന അർത്ഥം വരുന്ന പോസ്റ്റർ വ്യാപകമായി വെച്ചത് ജനാധിപത്യ വിരുദ്ധമായ മുദ്രാവാക്യമാണ്. രണ്ടാമതായി അദ്ദേഹം പറഞ്ഞത് ശബരിമല കൊള്ളക്കേസിൽ എന്തിന് അവരെ രക്ഷിച്ചു, സംരക്ഷിച്ചു നിർത്തി എന്ന ചോദ്യമുണ്ട്. തോമസ് ഐസക് പറഞ്ഞത് കുറച്ചുകൂടി വ്യത്യാസമുള്ള ഒരു കാര്യമാണ്. നമ്മൾ നല്ലവരാണെന്നും നമ്മൾ സ്വയം വിചാരിച്ചാൽ പോരാ, മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തണം, അഹങ്കാരം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു. പക്ഷെ ഇതൊക്കെ എന്താ പറയുക, ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് പോലെ വരാനാണ് സാധ്യത. കാരണം ഇന്നും ഒരു കമ്മിറ്റി കൂടുമ്പോൾ പിണറായി വിജയൻ തെറ്റ് ചെയ്തു അല്ലെങ്കിൽ MV ഗോവിന്ദൻ തെറ്റ് ചെയ്തു എന്ന് പറയാൻ ധൈര്യമുള്ള ആളുകൾ ഈ പാർട്ടിയിൽ ഇല്ല. ജില്ലാ കമ്മിറ്റിയിലൊക്കെ എന്ന് പ്രധാനം പറയാം. ജില്ലാ കമ്മിറ്റിയിൽ തന്നെ ചില അംഗങ്ങളോട് നിങ്ങൾ ഇരിക്കട അവിടെ എന്ന് പറഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിന്റെ വിമർശനമൊന്നും വേണ്ട. മാത്രമല്ല MV ഗോവിന്ദന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് അത് കഴിഞ്ഞു വന്നത് പ്രധാനമായും പാർട്ടി വിരുദ്ധ മാധ്യമങ്ങൾ പറയുന്ന വിമർശനങ്ങൾ ഏറ്റുപറയുകയായിരുന്നു പല കമ്മിറ്റികളിലും ആളുകൾ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ വിമർശനങ്ങളല്ല ഇതൊന്നും എന്നാണ്. ഈ പറഞ്ഞതൊന്നും യഥാർത്ഥ വിമർശനങ്ങളല്ല എന്ന് പാർട്ടി കരുതുന്നുവെങ്കിൽ പിന്നെ പാർട്ടിയിൽ എന്ത് തിരുത്താൻ സാധ്യമാവുന്നത്? ഈ എല്ലാ തെറ്റുകൾക്കും പിണറായി വിജയൻ മാത്രമാണ് ഉത്തരവാദി എന്ന് ഞാൻ പറയുന്നില്ല. ഇവിടെ പാർട്ടി കമ്മിറ്റികളുണ്ട്. ഏതെങ്കിലും കമ്മിറ്റിയിൽ ഉന്നയിച്ചു? മെഗാ തിരുവാതിര നടത്തി കാരണഭൂതൻ പാട്ടുപാടിയപ്പോ അത് തുടക്കടിച്ച് ആസ്വദിച്ചിരുന്ന ആളാണ് MA ബേബി എന്ന് ഓർക്കുക. കേരളത്തിൽ നടന്ന എല്ലാ കൊള്ളരുതായ്മയ്ക്കും ന്യായീകരണം ചമച്ച് കേരളം മുഴുവൻ നടന്ന ആളാണ് P രാജീവും അതുപോലെയുള്ള നേതാക്കളും ഐസക്കും ഒക്കെ. പിന്നെ എങ്ങനെയാണ് ഇവരിത് ശരിയാക്കാൻ പോണേ? എവിടെ തിരുത്തുന്ന പറയണേ? തിരുത്താനുള്ള ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല. തിരുത്തണമെങ്കിൽ അടിമുടി തിരുത്തണം, നിലപാടുകളിൽ തിരുത്തണം, നേതാക്കളിൽ തിരുത്തു വരണം. അതുകൊണ്ടോ? വെള്ളാപ്പള്ളി നടേശനെ കൂട്ടിച്ചേർത്ത് വെച്ച് ഇപ്പോഴും പറയല്ലേ വെള്ളാപ്പള്ളി എന്താ മോശം, എന്താ കുഴപ്പം എന്നാണ്. പക്ഷേ വെള്ളാപ്പള്ളിയുടെ അടുത്ത് UDF പോകുമ്പോൾ വലിയ തോതിൽ വിമർശിക്കുന്നുമുണ്ട്. എന്ന് പറഞ്ഞാൽ വെള്ളാപ്പള്ളിയെ ന്യായീകരിക്കുകയാണ് പിണറായി വിജയൻ ഇപ്പോൾ. അങ്ങനെ ഒരു അവസ്ഥയിൽ അതിനെതിരെ പറയാൻ ആരുമില്ലാതിരിക്കുകയും CPM എന്ന പാർട്ടി ഏതാണ്ട് വ്യക്തി കേന്ദ്രീകൃതമാവുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഇതിലെന്തെങ്കിലും തിരുത്തു വരുത്താൻ ആരുണ്ടാവും? MA ബേബിക്കൊന്നും ഇതിന്റെ 7 അയലത്ത് പോലും എത്താൻ പറ്റില്ല. കാരണം ബേബിക്ക് ഇവിടെ ലോക്കൽ സ്റ്റാൻഡ് ഇല്ല കേരളത്തിൽ. പിണറായി വിജയൻ പറയുന്നതേ ഉള്ളൂ ബേബിയുടെ സംഗതി. അതുകൊണ്ട് പാർട്ടി തിരുത്താൻ സാധ്യത കുറവാണ് എന്ന് തന്നെയാണ് ഞാൻ കാണുന്നത്. ഒരു കാരണവശാലും പിണറായി വിജയനോ MV ഗോവിന്ദനോ മാറാൻ സാധ്യതയില്ല.